Okay, now we are going to discuss about the subtraction of two fractions. Okay, 7 by 6 minus 1 by 3. Here, the denominators of these two fractions are not same. Okay, so we have to make the denominator as same. Otherwise, we have to cross multiply. Okay, so ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. that is ആദ്യം ഈ 3 ഇൻറ്റു 7 ചെയ്യുക. ദാറ്റ് ഇസ് 3 ഇൻറ്റു 7 ഈക്വൽ ടു 3 ഇൻറ്റു 7 മൈനസ് 6 ഇൻറ്റു 1. 6 ഇൻറ്റു 1 divided by 6 into 3, which is equal to, we know that 3 into 7 is 21 minus 6 into 1 is 6 divided by 3 into 6 into 3 is 18, which is equal to 21 minus 6, that is equal to 15 divided by 18. Okay, ഇനി 15നെയും 18നെയും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുകൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 15 എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് 18 ഈസ് ഓൾസോ a multiple of 3. So 15 can be written as 3 into 5 and 18 can be written as 3 into 6. So this 3 and 3 get cancelled. The answer is 5 by 6. Okay, so this is the method of subtraction. Okay, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3യെ 7 വെച്ചും 7നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ഡിനോമിനേറ്റർ രണ്ടും കൂടെ ഈ രണ്ട് ഡിനോമിനേറ്റേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. സോ ദിസ് ഇസ് ദ മെത്തേഡ്. ഓക്കെ, സോ നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു ഫ്രാക്ഷൻസ്. സോ ഇറ്റ്സ് വെരി ഈസി. ഇവിടെ നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് ഓൾസോ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് ഇസ് ദ മെത്തഡ്. 2 into 5 divided by 4 into 4. Okay, so which is equal to 2 into 5 is 10 divided by 4 into 4 is 16. 10 by 16 is the answer. 10 ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാനാണെങ്കിൽ 10 can be written as 2 into 5 divided by 16 can be written as 2 into 8. So 2 get cancelled. The answer is 5 by 8. Okay, 5 by 8 is the answer. Okay, so for example, this is another example. We have to multiply 3 by 5 into 2 by 3. So we have to multiply the numerators and denominators. So 3 into 2 divided by 5 into 3, which is equal to 6 by 15. Okay, we know that 6 and 15 are multiples of 3. So 6 can be written as 2 into 3 and 15 can be written as 5 into 3. So this 3 and 3 get cancelled. The answer is 2 by 5. Okay, 2 by 5 is the answer. Okay, so these are examples of multiplication. Okay, it can be done in a very easy way. 3 by 5 into 2 by 3, which is equal to 3 into 2 divided by 5 into 3. ഇവിടെ 3 by 3 എന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് ക്യാൻസൽ ചെയ്ത് 2 by 5 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് വളരെ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. Okay, so 2 by 5 is the answer. Okay, listen, if we have to divide two fractions, how can we solve this? This is our next question. Okay, we have to divide 2 by 3 and 7 by 2. Okay, ഇതിൻ്റെ ഒരു പ്രോപ്പർ വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി ഫോമിലാണ് ഈ രണ്ട് ഫ്രാക്ഷൻസും കിടക്കുന്നത്. ഇതിനെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡി എയോട് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതുന്നു, ഡിവൈഡഡ് ബൈ സി എ ബിയോട് മൾട്ടിപ്ലൈ ചെയ്ത്
ഡിനോമിനേറ്ററിലും എഴുതുന്നു. ബി ഇൻറ്റു സി എസ് ബി സി. ഇതേ ടെക്നിക്കാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത്. ആദ്യം ഈ ടു ആൻഡ് ടു മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതുന്നു. 4 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 21. സോ 4/21 ഈസ് ദ ആൻസർ. ഓക്കെ, സോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടൊരു ടെക്നിക്കുണ്ട്. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 2/3 ഈ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ 7/2 ഈ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതിയതിന് ശേഷം ഈ 7/2ൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. വി നോ ദാറ്റ് റെസിപ്രോക്കൽ ഓഫ് 1/2 ഇസ് 2/1. Reciprocal of 3/4 is 4/3. In the same manner, we can take the denominator of reciprocal of 7/2 as 2/7. Okay, so the reciprocal of 7/2 ഈ 2/3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. Okay, that is equal to 2/7, which is equal to 4/21. So this is the answer. 4/21 is the answer. Okay, so if we are going to divide 1/7 and 4/3, ഇതും ഇതുപോലെ തന്നെ ചെയ്യാം. 1/7 ഇൻറ്റു 4/3യുടെ റെസിപ്രോക്കൽ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 3 is 3 divided by 7 into 4 is 21. 21, it's 28. Okay, so this is the answer. Okay, so എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. If we want to divide 2/3 divide by 5. Okay, so ഇവിടെ ചെയ്യാൻ പറ്റുന്നത് 2/3. 5 can be written as 5/1. So ഈ 5ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 1/5 ആണ്. സോ ഈ മെത്തേഡിൽ 2/3 ഇൻറ്റു 1/5 ഈക്വൽ ടു 2/15. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, 2/15 ഇസ് ദ ആൻസർ. ഈ തരത്തിൽ നമുക്ക് എല്ലാ ഫ്രാക്ഷൻസിനെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇനി ഈ ഒരു സെക്ഷനിൽ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് 2 1/2. 2 1/2. ഓക്കെ, സോ ഇറ്റ്സ് എ മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ. സോ ഇത് ഉദ്ദേശിക്കുന്നത് 2 + 1/2 എന്നാണ്. ഓക്കെ, 2 + 1/2 ആണ്. ഇതിനെ നമുക്കൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനായി എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. സോ 2 ക്യാൻ ബി റിട്ടൺ ആസ് 2/1 ആൻഡ് 1/2 അങ്ങനെ തന്നെ എഴുതുന്നു. ഇനി സാധാ നമ്മൾ പഠിച്ചിട്ടുള്ള ഫ്രാക്ഷൻസിൻ്റെ അഡീഷൻ വെച്ച് ഇത് ആഡ് ചെയ്തെടുക്കാം. 2 into 2 equal to 4 plus 1 into 1 equal to 1 divided by 2, which is equal to 5/2 is the answer. Okay, 5/2 is the answer. Next one, 7 2/3. 7 2/3. 7 2/3, which is equal to 7 plus 2/3. 7 can be written as 7/1, which is equal to 7 into 3, that is equal to 21, plus 1 into 2 equal to 2 divided by 1 into 3. 1 into 3 equal to 3, which is equal to 23/3. This is the answer. Okay, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3യെ 7നോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 21 അല്ലേ. പ്ലസ് ഈ 2 ഇതിനോട് കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള 3 അതുപോലെ എഴുതുന്നു. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 23 divided by 3. This is the answer. ഓക്കെ, സോ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. I will give some homeworks for you. So try to
solve that. If you felt any difficulties, please contact me. Okay, thank you.